സുരേന്ദ്രൻ ഒരു വളരെ സ്ട്രോങ് കാൻഡിഡേറ്റ് ആണ് ഈ കാര്യം. 2016 അദ്ദേഹത്തിന് മഞ്ചേശ്വരം നഷ്ടപ്പെട്ടത് ഒരു 89 വോട്ടിനാണ്. ഈവൻ 2021 അദ്ദേഹം ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് ക്യാമ്പയിൻ ചെയ്ത സമയത്ത് അദ്ദേഹം മഞ്ചേശ്വരത്തിനും കോന്നിയിലും മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് വെറും 800 വോട്ടിനാണ് മഞ്ചേശ്വരം നഷ്ടമായത്. ഈ പ്രാവശ്യം അദ്ദേഹം മഞ്ചേശ്വരത്ത് മാത്രമാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും വർഷങ്ങളായിട്ട് ലീഗ് മാത്രം ജയിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ മൈനോറിറ്റി കൺസൾട്ടേഷൻ എപ്പോഴും UDF ഫേവറബിൾ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിനിപ്പോൾ 24 നമുക്ക് അറിയാൻ പറ്റും, റിസൾട്ട് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എന്നാലും BJPക്ക് നിയമം കഴിഞ്ഞാൽ പിന്നെ ഒരു സാധ്യത ഉള്ളത് മഞ്ചേശ്വരം. അപ്പോൾ ഈ നിയമവും മഞ്ചേശ്വരവും കൂടാതെ വേറെ എവിടെയെങ്കിലും അവരുടെ വിജയ സാധ്യത കാണുന്നുണ്ടോ? മഞ്ചേശ്വരം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു കഴക്കൂട്ടത്ത് ചെറിയൊരു സാധ്യതയുണ്ട്. പക്ഷേ എഗെയിൻ അതും ഒരു കോസ്റ്റൽ ബെൽറ്റ് ആയതുകൊണ്ടും ആ ഒരു ഏരിയയിൽ എന്താ പറയുക മൈനോറിറ്റി കൺസൾട്ടേഷൻ LDF ആയിരിക്കും ഫേവറബിൾ. പൊതുവെ UDFനാണ് ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും കഴക്കൂട്ടത്തിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് വളരെ വീക്കാണ്. കോൺഗ്രസിന് MLA കൊണ്ടായിരുന്ന സ്ഥലമാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ജയിക്കാൻ പോസിബിലിറ്റി ഉള്ളത് LDFനായതുകൊണ്ട് ഈ മൈനോറിറ്റി കൺസൾട്ടേഷൻ LDFന് ഫേവറബിൾ ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതും എഗെയിൻ ഒരു അട്ടിമറി വിജയം അല്ലെങ്കിൽ ഒരു അത്ഭുതം സംഭവിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നതാണ്. അതെ, തീർച്ചയായും.